ഹലോ ഹായ് സുഖമില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇൻട്രോ തന്നെ മറന്നുപോയി. ഇങ്ങനെ തന്നെയായിരുന്നല്ലോ അല്ലേ? ഇങ്ങനെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോഴത്തേനും കുറേ ദിവസമായി തിരക്കായിപ്പോയി. ഏകദേശം ഞാൻ ഒരു 4-5 മാസമായെന്ന് തോന്നുന്നു ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഷോർട്സ് പോലും ഇടുന്നില്ല. ലാസ്റ്റ് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ട് 14 ദിവസമായി. 14 ദിവസമായി. അപ്പം എക്സാമും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ വീട്ടിൽ ഇല്ലായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പം ഇന്ന് കുറേ ദിവസം കൊണ്ട് ചെയ്യാൻ വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 9 months 8 months എഗോ ഒരു വിസ്ഡം ടൂത്തിൻ്റെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇപ്പോഴും എനിക്ക് അതിൻ്റെ അകത്ത് കമൻസ് വരണുണ്ട്. അപ്പം അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ ഇനി ആൾക്കാരുണ്ടെന്ന് അറിയാം. അപ്പം അതിൻ്റെ അകത്ത് വന്ന ക്വസ്റ്റ്യൻസും ഞാൻ കൊടുത്ത റിപ്ലൈസും സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം കുറേ പേര് ഇപ്പോഴും വിസ്ഡം ടൂത്ത് എടുക്കാൻ പോകുന്നവരുണ്ടാവും. അപ്പം അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണം എന്നുള്ളവരുണ്ടാവും. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഈ വീഡിയോയിൽ കൂടെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അത് കാണാത്തവർ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാവം പട്ടി കിടന്ന് കുരയ്ക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടെങ്കിൽ ആ വോയിസൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം എനിക്ക് ഫസ്റ്റായിട്ട് വന്ന ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നുമില്ല, എല്ലാവരും പറയുന്ന കേട്ട് പേടിച്ച് ഞാൻ പോയി, സഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ, എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ ടെൻഷനാക്കുന്നത്? ഞാൻ ടെൻഷനാക്കി എന്നൊക്കെയാണ് പറയണത്. സത്യം പറഞ്ഞാൽ എൻ്റെ കറക്റ്റ് എക്സാക്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ആക്കിയത്. പിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണതല്ല, എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ആക്കിയെന്നേ ഉള്ളൂ. എനിക്ക് ഉള്ള പോലത്തെ പെയിൻ ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക് ഉണ്ടാവണത്. കാരണം എൻ്റെ ടീത്തിൻ്റെത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. എൻ്റെ പല്ലിൻ്റെ എക്സ്റേ എൻ്റെത് കംപ്ലീറ്റ്ലി ഇമ്പാക്റ്റഡ് ആയിട്ട് ചരിഞ്ഞാ കിടക്കുന്നത്. അപ്പം എനിക്ക് ചെയ്യണ സർജറിയിൽ പല്ല് പുറത്തെടുക്കുന്ന പ്രൊസീജിയറിൽ വേരിയേഷൻ ഉണ്ടാവും. ചിലതൊക്കെ കുറച്ചുകൂടെ പുറത്തോട്ട് വന്ന് നിൽക്കുന്ന ടൂത്ത് ആയിരിക്കും. എൻ്റെത് കംപ്ലീറ്റ്ലി എൻ്റെ ഈ ഗംസിൻ്റെ അകത്ത് ചരിഞ്ഞാ കിടക്കുന്നത്. അപ്പോഴത്തേനും അതിനനുസരിച്ചുള്ള പെയിനും അതിൻ്റെ ആഫ്റ്റർ കാര്യങ്ങളൊക്കെ എനിക്ക് അതുപോലെ ആയിരുന്നു. അതുകൊണ്ടിട്ടാണ് എനിക്ക് അത്രയും പെയിൻ ഉണ്ടായത്. അല്ലാണ്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണതല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്കെടുത്തിട്ട് 7th day ആ പെയിൻ പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരും. സത്യമാണ്. 7 ദിവസമായാലും 8 ദിവസമായാലും 9 ദിവസമായാലും എനിക്ക് കുറേ ദിവസം പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞിട്ടും എനിക്ക് പല്ലിൽ പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് 7 ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് എടുത്തത്. സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞിട്ടും എനിക്ക് കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കൂല. ഞാൻ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് 7 ദിവസം എടുക്കും. പിന്നെ എത്ര ദിവസം റെസ്റ്റ് വേണം? എനിക്ക് 2 weeks നല്ല പെയിൻ ഉണ്ടായിരുന്നു. പയ്യെ വേദന മാറി തുടങ്ങിയത്. ഇതിൻ്റെ ഇടയിൽ ആ പല്ലിൻ്റെ സൈഡിൽ ചെറുതായിട്ട് എന്തോ സംഭവം വളർന്നിങ്ങനെ, പല്ലിൻ്റെ എന്തോ ഭാഗം തന്നെയാണ്, ചെറുതായിട്ട് നമ്മുടെ ടങ്കിൻ്റെ അവിടെ തൊട്ട് ഇങ്ങനെ കൂർത്തിങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അതിനെന്തോ ഇങ്ങനെ ഷേപ്പൊക്കെ ചെയ്ത് അതിനെ വീണ്ടും അകത്തോട്ടാക്കി വെച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇനി പല്ലിൻ്റെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് പ്ലാനിലുണ്ടോ? ഇല്ല, ഒരു ട്രീറ്റ്മെൻറ്റും ഇനി പ്ലാനിലില്ല. എൻ്റെ ഈ സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ സൈഡ് ഇപ്പോഴും പല്ല് താന്ന് കിടക്കുവാണ്. എനിക്ക് പ്ലാനിലില്ല. പെയിന് വന്നാലും വല്ല പെയിൻ കില്ലർ വാങ്ങിച്ച് വെച്ച് കഴിച്ചിട്ട് പെയിന് പോകാനേ നോക്കുകയുള്ളൂ. എനിക്കിനി പോയി സർജറി ചെയ്ത് മതിയായി. ഇനി അത്രയ്ക്കും വേഴ്സ് ആവുമെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ. കാരണം എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. എനിക്കിനി ആ ഒരു ഡേയ്സ് ഒന്നും എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇതിപ്പം നമുക്ക് വന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു പെയിനും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. എന്നോടും കുറേ പ്രാവശ്യം പറഞ്ഞു മുകളിലും താഴെയും വിസ്ഡം ടീത്ത് എടുക്കണമെന്ന്. ഞാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നല്ല വേദന വരുമ്പോൾ മാത്രം ടീത്ത് എടുത്താൽ മതി, മുന്നേ എടുക്കേണ്ടായിരുന്നു. അത് സത്യമാണ്. അപ്പം എനിക്ക് ഈ സൈഡിൽ മാത്രമേ പെയിൻ വന്നുള്ളൂ. അതുകൊണ്ടിട്ട് ഈ സൈഡിൽ മാത്രമേ ഞാൻ എടുത്തോളൂ. ഇപ്പുറത്തെ സൈഡിൽ പെയിൻ വരുമ്പം എടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറുതായിട്ടൊരു പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ച് മെഡിസിൻ കഴിച്ചപ്പോൾ ആ പെയിൻ പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ സർജറിക്ക് വേണ്ടിയിട്ടൊന്നും നിന്നില്ല. എനിക്ക് വയ്യ. ചേച്ചി എനിക്കിപ്പോൾ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഇന്റേൺഷിപ്പ് 2 months ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞ് ചെയ്താൽ മതിയോ? ചെറിയ വേദന ഉണ്ട് 2 സൈഡിൽ. ചെറിയ വേദനയൊക്കെ ആണെങ്കിലേ ഡോക്ടറിനെ കാണിച്ച്
ചിലപ്പോൾ മെഡിസിൻ കഴിക്കുമ്പോഴത്തേനും ആ വേദന ഒന്നും കുറയും. നല്ല രീതിക്ക് പെയിൻ വന്ന് നമുക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴത്തേനും എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ സർജറി കഴിഞ്ഞ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വരുന്നത്. നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിക്കണമെന്ന് നോക്കിയൊക്കെ കഴിച്ച് മെഡിസിനൊക്കെ കറക്റ്റായിട്ട് കഴിച്ച് ആ സ്റ്റിച്ച് കറക്റ്റായിട്ടൊന്ന് ഇരുന്ന് ആ വൂണ്ടൊന്ന് ഹീലായി വന്നാൽ നമുക്ക് പെയിനൊക്കെ കുറയും. പക്ഷേ മൗത്തല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറക്കെ അടയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ. സ്റ്റിച്ച് എങ്ങാനും പൊട്ടിയ പിന്നെ തീർന്നു കേട്ടോ. ഭാഗ്യത്തിന് എൻ്റെ സ്റ്റിച്ചൊന്നും പൊട്ടിയിട്ടില്ലായിരുന്നു. വിസ്ഡം ടൂത്ത് സർജറി കഴിഞ്ഞു 3 days ആയി. സ്റ്റിച്ച് എടുക്കുമ്പോൾ പെയിൻ ഉണ്ടോ? സ്റ്റിച്ച് എടുത്തപ്പം എനിക്ക് പെയിനൊന്നും ഇല്ലായിരുന്നു. എന്താ സംഭവം, ഇങ്ങനെ എനിക്ക് ഇക്ലി എടുത്തു പല്ലിൽ. ഐ മീൻ സ്റ്റിച്ച് ഇങ്ങനെ ഊരി എടുക്കുമ്പോൾ ഒരു ചെറിയൊരു സെൻസേഷൻ ഇല്ലേ, അതുള്ളൂ. പെയിനൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്നും നന്നായിട്ട് സ്റ്റിച്ച് ഇരുന്നിട്ടുണ്ടാവണം, എല്ലാം നന്നായിട്ട് ജോയിൻ്റ് ആയി കാണണം. അതുകൊണ്ടായിരിക്കും വലിയ പെയിനൊന്നും എനിക്കില്ലായിരുന്നു. ഞാനും ഇനി എടുക്കാൻ പോവില്ല. എടുത്ത് 2 ദിവസമായി. ഇപ്പോൾ വേദന വലുതായി തോന്നുന്നില്ല, പക്ഷെ വായ തുറക്കാൻ പറ്റുന്നില്ല, നേരെ വന്നാൽ ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. പക്ഷെ ആദ്യത്തെ ദിവസത്തെ വേദന എൻ്റെ പൊന്നോ, അതൊന്ന് ചത്ത് കിട്ടിയാൽ മതി എന്ന് തോന്നി. ആദ്യത്തെ ദിവസം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എത്ര ദിവസം കിടന്ന് കരഞ്ഞെന്നറിയാമോ? അയ്യോ, എനിക്ക് സർജറി ചെയ്തിട്ട് വന്നതിൻ്റെ അന്ന് രാത്രി ഞാൻ ചുമ്മാ കിടന്ന് കരച്ചില്ലായിരുന്നു. പെയിന് സഹിക്കാൻ പറ്റൂല. ഡോക്ടറിനായിട്ട് നമുക്ക് മരുന്ന് തരും, പെയിൻ കില്ലേഴ്സ്. അതൊരു സ്പെസിഫിക് ഇൻ്റർവെൽ ഓഫ് ടൈം ഉണ്ട്, ഒരു 6 hours 8 hours ഇടയ്ക്കാണ് അത് കഴിക്കേണ്ടത്. ആ ഒരു 8 hours കംപ്ലീറ്റ് ആവണതിന് മുമ്പേ ഈ പെയിൻ തോന്നി തുടങ്ങും. ഞാൻ അതിന് മുമ്പ് എടുത്ത് കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റൂല, ഭയങ്കര വേദനയാണ്. എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറയണത്. 5 days ബാക്ക് വിസ്ഡം ടീത്ത് റിമൂവ് ചെയ്തു. സർജറി ആൻഡ് സ്റ്റിച്ച് ഇട്ടിരുന്നു. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. 2 days റാഗി ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു. പെയിൻ മെഡിസിൻ തന്നിരുന്നു. 5 days കഴിയുമ്പോൾ ഡോക്ടർ കുറച്ച് ബെറ്ററായി. പേടിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ടീത്ത് പെയിൻ ഫുൾ സഹിക്കേണ്ടി വരും. അതിനേക്കാൾ ഈ ടീത്ത് റിമൂവ് ആക്കി 10 days ആകുമ്പോൾ ഫുൾ ഓക്കെ ആയി. ഫുൾ ചിക്കൻ തിന്നുവാണ്. ഓക്കെ, അപ്പം ചിലവർക്ക് ഈ ടീത്ത് ഇമ്പാക്റ്റ് ആയിട്ട് കിടക്കൂലേ, അതായത് വിസ്ഡം ടൂത്ത് ചിലത് പുറത്തോട്ട് വരും, ചിലത് പുറത്തോട്ട് വരാതെ അകത്ത് കിടക്കും. ഈ അകത്ത് കിടക്കുന്നതിൻ്റെ സംഭവം വലിയ പ്രശ്നം കാണൂല, ഏകദേശം മുകളിലോട്ട് വന്നിട്ടുണ്ടാവും. അവർക്കൊക്കെ ചെറുതായിട്ടൊരു കട്ട് ചെയ്ത് ഈ സംഭവം പെട്ടെന്ന് പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം പെയിനും കാര്യങ്ങളും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഹീലാവും. എനിക്ക് 9 സ്റ്റിച്ച് ഉണ്ടായിരുന്നു, മുകളിലും താഴെയായിട്ട്. എൻ്റെ മുകളിലത്തെ ടീത്തും എടുത്തിട്ടുണ്ടായിരുന്നു, താഴത്തെ ടീത്തും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് താഴെ 5 സ്റ്റിച്ചാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെത് കംപ്ലീറ്റ്ലി ചരിഞ്ഞ് കിടക്കണം. അപ്പം വലുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ആ പല്ലിനെ പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും അതിനനുസരിച്ച് പെയിനും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ ആൾക്ക് വലിയ ഇമ്പാക്റ്റഡ് ആയിട്ടായിരിക്കൂലായിരുന്നായിരിക്കും ടീത്ത് കിടന്നത്. അതുകൊണ്ട് തന്നെ ആൾക്ക് പെട്ടെന്ന് ഹീലായി. ഓക്കെ, 10 ദിവസത്തിനകം. എനിക്ക് 10 ദിവസമൊന്നും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് 10 ദിവസമൊക്കെ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. 7ാമത്തെ ദിവസം സ്റ്റിച്ച് എടുത്തെങ്കിൽ അതിനുശേഷമൊക്കെ എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ സർജറി കഴിഞ്ഞു. ഇന്ന് 2 day പല്ലെടുക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ല. ബട്ട് ഇഞ്ചക്ഷൻ തരിപ്പ് പോയപ്പം പെയിൻ തുടങ്ങി. ഇപ്പോൾ ചെറിയ പെയിൻ ഉണ്ട്. ഇഞ്ചക്ഷൻ എടുക്കണ ടൈമിൽ താറുമാറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കുത്തും കേട്ടോ, 4 സൈഡിലും. നമ്മൾ സെഡേഷൻ നടന്നത്. അപ്പോൾ ആ സെഡേഷൻ മാറിക്കഴിയുമ്പോഴേ ഒരു വേദന ഉണ്ട്. ഈ നമ്മുടെ ഈ ഹെഡ് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ തോന്നും. ആ ഒരു തരത്തിൽ വേദന ഉണ്ട്. ഈ സെഡേഷൻ്റെ ഇത് മാറിക്കഴിയുമ്പോൾ നമുക്ക് പെയിന് തോന്നും. പല്ലെടുക്കും മുമ്പേ വേദന തുടങ്ങി. അവസാനം 2 പല്ലെടുത്തു. എടുത്തതറിഞ്ഞില്ല. പക്ഷെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ദൈവമേ വേദന കൂടി. ഇന്ന് 4 ദിവസമായിട്ടും നീര് കഴുത്തിൽ, മുഖം മൊത്തത്തിലായി. എൻ്റെ പൊന്നോ, ഡെലിവറി പെയിനൊക്കെ 1-2 ദിവസം സഹിച്ചാലും മതി. സത്യം. എനിക്ക് ഉണ്ടായിരുന്ന നീര് ഇവിടെ 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 ഇങ്ങനെ ഇത്രയും നല്ല നീരുണ്ടായിരുന്നു. ഇത് എങ്ങനെയൊക്കെ പെയിന് മാറുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഈ ചിലവരൊക്കെ ഇതിൻ്റെ അകത്ത് കമന്റ് ഇടുന്നോണ്ട് ചുമ്മാ പറയണം അങ്ങനെ തള്ളാണെന്ന്. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര പെയിനായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണം. എറപ്പ് ചെയ്ത് പല്ലെടുക്കണ പോലെയല്ല, ബോണിന്റെ അകത്ത് നിന്ന് എടുക്കുന്നത് ആണ്. എനിക്ക് ഇറപ്റ്റഡ് അല്ലായിരുന്നു എടുത്തത്. ഇറ്റ് വാസ് മച്ച് പെയിൻഫുൾ. സർജറിയുടെ ഇടയ്ക്ക് ആണെങ്കിലും ഡ്രിൽ ചെയ്യുന്നതൊക്കെ അറിയാം ആൻഡ് ഇറിറ്റേഷൻ ഉണ്ടാവും. എനിക്ക് സർജറി കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. 1 day ഫുൾ വാ അടയ്ക്കാനും പറ്റിയില്ല. പാർഷ്യലി ഓപ്പൺ ചെയ്തായിരുന്ന നല്ല പെയിൻ ഉണ്ടായിരുന്നു.
കണ്ടല്ലോ ഇല്ലേ, ഈ പല്ല് ബോണിന്റെ അകത്തായിരിക്കണം. അപ്പം ബോണൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈ സാധനം പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനനുസരിച്ച് അതിൻ്റെ പെയിൻ ഉണ്ടാവും. ഈ ചിലർ കമൻ്റ് ഇടുന്നുണ്ട്, എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുദ്ദേശം അങ്ങനെ വന്നത്. ഇന്ന് ചെയ്തിട്ട് വന്ന് കാണുന്ന ഞാൻ റേറ്റ് എത്രയായി? എനിക്ക് റേറ്റ് ഒരു 3000 സംതിങ് ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ എത്രയായോ എന്തോ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ചെയ്യാൻ പോവുക, വന്നിട്ട് എക്സ്പീരിയൻസ് പറയാം. കഴിഞ്ഞു ഇല്ല, 1 മന്ത് മുൻപേ ഉള്ള കമൻ്റ് ആട്ടോ. ഓക്കെ, ഞാനും സർജറി കഴിഞ്ഞിരിക്കുവാണ്. മരവിപ്പിക്കാനുള്ള 2 ഇഞ്ചക്ഷൻ ആയിരുന്നു. പിന്നെ ഡ്രിൽ ചെയ്യുന്നത് നന്നായി അറിഞ്ഞു. ബാക്കി സ്റ്റിച്ച് ഇട്ടതും ഒന്നും അറിഞ്ഞില്ല. വീട്ടിലെത്തി 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തരിപ്പ് മാറിയപ്പോൾ സ്റ്റിച്ച് പെയിൻ നന്നായിട്ട് വന്നു. ഓക്കെ 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 ഓക്കെ. എനിക്ക് വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്തിട്ട് 9 ദിവസമായി. ഇതുവരെ വേദന മാറിയിട്ടില്ല. വല്ലാത്ത പെയിനാണ്. സ്വാഭാവികം. എനിക്ക് സ്റ്റിച്ച് എടുത്തിട്ട് പോലും എനിക്ക് ഏകദേശം സത്യം എനിക്ക് 2-3 ആഴ്ച നല്ല വാ ഒന്നും തുറക്കാൻ പറ്റൂലല്ലോ ഈ സംഭവം. സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞപ്പോഴേ ഒരു ഭയങ്കര സമാധാനമായിരുന്നു സത്യം പറഞ്ഞ്. എനിക്ക് വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല സ്വെല്ലിംഗ് ഒക്കെ ഉണ്ട്, സഹിക്കാൻ കഴിയാത്ത പെയിൻ. ഡൗൺ ടീത്ത് ആണ്. നല്ലോണം പെയിൻ ഉണ്ടാവുമോ? അയ്യോ എന്തായിരുന്നു, ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. താഴത്തെ ടീത്ത് ഇമ്പാക്റ്റഡ് അനുസരിച്ചിരിക്കും. നല്ല രീതിക്ക് ചരിഞ്ഞാ കിടക്കുന്നെങ്കിൽ എന്നെ പോലെ എൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, അതുപോലെ വേദന എടുക്കും. അല്ലെങ്കിൽ കുഴപ്പമില്ല. ചേച്ചി എനിക്ക് സ്റ്റിച്ച് എടുക്കണം, വേദന ഉണ്ടാവോ, ഇറിറ്റേഷൻ നമ്പാക്കോ? ഒരു കാര്യം, സ്റ്റിച്ച് എടുക്കാൻ പോകുമ്പോഴത്തേനെ അവർ മരയിപ്പിക്കത്തൊന്നും ഇല്ല കേട്ടാ. സ്റ്റിച്ച് കട്ട് ചെയ്ത് അങ്ങ് എടുക്കും. സ്റ്റിച്ച് കട്ട് ചെയ്ത് എടുത്തപ്പോൾ എനിക്ക് അങ്ങനെ പെയിനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വാ തുറക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് 1 മന്തായി പല്ലെടുത്തിട്ട് ഇത്രയും ഡേയ്സ് ആയിട്ടും നോർമലായി വാ തുറക്കാൻ കഴിയുന്നില്ല. കണ്ടല്ലോ ഇല്ലേ, 1 മാസമായി പല്ലെടുത്തിട്ട്, എന്നിട്ട് നോർമലായിട്ട് നേരെ വാ തുറക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികം. ചിലവർക്ക് അങ്ങനെയാണ്. നല്ല രീതിക്ക് ഇമ്പാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ടീത്ത് ആണെങ്കിൽ അതിൻ്റെ സർജറി പ്രൊസീജിയർ അതുപോലെ പെയിൻഫുൾ ആയിരിക്കും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അതുപോലെ പെയിൻ ഉണ്ടാവും. അപ്പോഴത്തേനും ശരിയായ ഞാൻ കൺസൾട്ട് ചെയ്ത് ടുഡേ മസിൽസ് ടൈറ്റ് ആയതുകൊണ്ടാണ് ആ കുട്ടിക്ക് 1 മാസം വരെ പെയിൻ ഉണ്ടായത്. എനിക്ക് വീണ്ടും ആ കമൻറ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ല വേദന ഉണ്ടാകും. തുണി കെട്ടി വച്ചിരിക്കലേ, പച്ച മാംസം. പിന്നെ നല്ലോണം വേദന വരുമ്പോൾ കഴിക്കാൻ ഒരു ടാബ്ലറ്റും തരും. അത് കഴിച്ചാൽ വേദന പെയിൻ കില്ലർ തരണം. അത് കഴിച്ചാൽ വേദന കുറച്ചു നേരം കുറയും കേട്ടോ. വേദന കുറയും. നമുക്ക് വേദന ഒന്ന് കുറച്ചു നേരം പിടിച്ചു വയ്ക്കും. പക്ഷെ അതിൻ്റെ എഫക്റ്റ് പോകുമ്പോഴത്തേനും വീണ്ടും പഴയ പോലെ വേദനയാണ്. എനിക്ക് നല്ല പെയിനുണ്ട്. 5 ഡേയ്സ് ആയി കഴിഞ്ഞിട്ട്. 3 ഡേയ്സ് മാത്രമേ ടാബ്ലറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും പിന്നെ എനിക്ക് ടാബ്ലറ്റ് തന്നത് 3-4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ ഞാനും ചെന്ന് വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് പറ്റത്തില്ല. ആ ഹൊറിസോണ്ടൽ ഇമ്പാക്ട് ചെയ്തിരിക്കുന്ന മറ്റേ വിസ്ഡം ടീത്ത് കൂടി എടുക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള പല്ലിന് പ്രശ്നം വരും. പക്ഷേ എനിക്ക് വേദന വരുമ്പോൾ മാത്രമേ ഞാൻ ഇതിനെ എടുക്കാൻ പോകണുള്ളൂ. വേദന വരുമെന്ന് വെച്ചാൽ അത്രയ്ക്കും വേദന സഹിക്കാൻ പറ്റാണ്ട് വരുമെങ്കിൽ മാത്രമേ ഞാൻ വിസ്ഡം ടൂത്ത് എടുക്കാൻ പോവുള്ളൂ. ചേച്ചിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് വിസ്ഡം ടൂത്ത് വന്നേ? എനിക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് പേര് വന്നപ്പോൾ എനിക്ക് എത്ര വയസ്സിലാണ് വിസ്ഡം? എനിക്ക് നേരത്തെ വളർന്ന് പന്തലിച്ച് അത് അടിയിൽ കമന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. അത് വളർന്നതിനനുസരിച്ചാണ് എനിക്ക് പെയിന് കൂടിയത്. ഞാൻ എക്സ്റേ ഞാൻ പറഞ്ഞില്ലേ എടുത്തു നോക്കിയപ്പോഴാണ് ഇത്രയും വലുതായി വളർന്ന് കിടക്കുകയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. I have done recently 1 week but still my tongue didn't go well from paralyzed. പിന്നെ മൗത്ത് ഓപ്പണിംഗ് പ്രോബ്ലം ആണ്. ചിലവർക്ക് ഇത് മരവിപ്പിക്കത്തേനും ടങ്കും ആ ഒരു ഗമ്മിൻ്റെ ആ സൈഡൊക്കെ ആ ഒരു മരവിപ്പ് മാറാതെ ഇരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മൗത്ത് ഓപ്പണിങ്ങും പ്രോബ്ലം ആയിട്ട് വരും. എൻ്റെ സർജറി കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് 1 hour കഴിഞ്ഞ് കോട്ടൺ എടുത്ത് കളഞ്ഞ് ജ്യൂസ് കുടിച്ച് ടാബ് എടുക്കാൻ പറഞ്ഞു. ജ്യൂസ് കുടിച്ചപ്പോൾ തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നില്ല. അവസാനം 1-2 വായ എങ്ങനെയൊക്കെയോ കുടിച്ചു. പിന്നെ ഗുളിക കഴിക്കാൻ വെള്ളം കുടിച്ചപ്പോൾ വായിലൂടെ വെള്ളം മൂക്കിലൂടെ പുറത്തു വന്നു. എൻ്റെ പൊന്നോ, ഉള്ള ജീവൻ അങ്ങ് പോയി. ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞപ്പോൾ അമ്മ വിശ്വസിച്ചില്ല. ജലദോഷം ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു. 3 ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. ആദ്യത്തെ 2 ഗുളിക കഴിക്കുമ്പോഴും മൂക്കിലൂടെ വെള്ളം
വന്നു. 3ാമത്തെ ഗുളിക കുടിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയെ വിളിച്ചു വരുത്തി കാണിച്ചു. കണ്ട പാതി അമ്മ ഫ്ലാറ്റ്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പൊക്കെ ഇട്ട് വന്നു. സർജറി ചെയ്ത ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് നോർമൽ ആണെന്നും അനസ്തേഷ്യയുടെ എഫക്റ്റ് ആണെന്നും പറഞ്ഞു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തേലും കുടിച്ചുള്ള എനിക്ക് മൂക്കിക്കൂടെ ഒന്നും വന്നില്ല കേട്ടാ. ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വലിയ സംഭവമാക്കിയാണല്ലോ പറയുന്നത്. വലിയ സംഭവമാണ്, എനിക്ക് വലിയ സംഭവമാണ് കേട്ടാ. പക്ഷേ എനിക്കൊന്ന് ഓർക്കാൻ കൂടി വയ്യ. എനിക്ക് നാളെയാണ് റേറ്റ്. 2 ദിവസം കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പോകുന്നു ഞാൻ. എൻ്റെ സർജറി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു. ആലോചിക്കാൻ തന്നെ വയ്യ. ഒരിക്കലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകരുത്. ഞാൻ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. വേദന കാരണം നിലവിളിച്ചു പോയി ഞാൻ. അവർക്കെല്ലാം പുച്ഛമാണ്. സീനിയർ ഡോക്ടേഴ്സ് ചെയ്യേണ്ട പ്രൊസീജിയർ ഹൗസ് സർജനെ വെച്ചാണ് ചെയ്തത്. 1 അവറിൻ്റെത് 1 മണിക്കൂർ 45 മിനിറ്റ് എടുത്ത്. എനിക്ക് 35-45 മിനിറ്റേ എടുത്തുള്ളൂ. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയത് അതും ഡിപ്പെൻസ് ഓൺ ഹോസ്പിറ്റൽ. ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോയത്. ഭയങ്കര കാര്യമായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ചെയ്യാൻ വന്ന ഡോക്ടർ ഒരു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് 45 മിനിറ്റ് ആയപ്പോൾ സംഭവം എല്ലാം കഴിഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുമായിരുന്നു കഴിഞ്ഞ ബാക്കിയാത്തവർ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ഗ്യാപ്പ് കിട്ടണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കും കഴിഞ്ഞോ ചോദിക്കുമായിരുന്നു. അവർക്ക് ഇറിറ്റേഷനായി കാണും. പിന്നെ എനിക്ക് വേദന ആ സമയത്ത് അധികം വേദന ഒന്നും അറിഞ്ഞില്ല. 14 മിനിറ്റ് ആയ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ്. മൈ വിസ്ഡം ടൂത്ത് ഈസ് റിമൂവ്ഡ് tooth, but believe me, the pain is bearable. പെയിൻ ബിയറബിളാ? അയ്യോ, ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. ചിലപ്പോൾ ബിയറബിൾ ആയിരുന്നായിരിക്കും. അല്ലാതെ ഈ പറയുന്ന പോലെ ഇത്രയും ടെൻഷനോ ഒന്നും ആയില്ല എനിക്ക്. നോർമലി ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയ ഒരാളാണ്. സർജറി ടൈമിൽ ഒട്ടും പെയിൻ ഇല്ലായിരുന്നു. ബട്ട് പല്ല് ഡ്രിൽ ചെയ്ത് പൊട്ടിച്ചെടുക്കുമ്പോൾ എന്തോ പോലെ ഒരു തോന്നും. പിന്നെ ലാസ്റ്റ് റൂട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല പ്രഷർ ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാനൊന്ന് പറയട്ടെ, ഈ ഇപ്പൊ കണ്ടോണ്ടിരിക്കണവര് എല്ലാവരുടെ പല്ലും ഒരേപോലെ അല്ല കിടക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സാധനം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണത്. എല്ലാവരുടെ പല്ലും ഒരുപോലെ അല്ല ഇമ്പാക്റ്റഡ് ആയിട്ടിരിക്കണത്. എൻ്റെത് നേരത്തെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് അവിടെ കൊടുത്തേക്കും. അപ്പം അതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ചരിഞ്ഞാ കിടക്കണത് ഇങ്ങനെ 2 സൈഡിൽ. ചിലവരുടെ കുറച്ചുകൂടെ കുഞ്ഞിയായിരിക്കും, ചിലത് പുറത്ത് കുറച്ചുകൂടെ വന്നിട്ടായിരിക്കും ഇരിക്കുന്നത്. എൻ്റെത് കംപ്ലീറ്റ്ലി അകത്ത് കിടന്നുകൊണ്ട് നല്ല രീതിക്ക് കട്ട് ചെയ്ത് നല്ല രീതിക്ക് ഡ്രിൽ ചെയ്ത് സാധനം പുറത്തെടുത്ത് കംപ്ലീറ്റ്ലി കളയണമെന്നുണ്ടായിരുന്നു. അതുപോലെ മുകളിലും അതേപോലെ ഒരു പല്ലെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് എനിക്ക് അത്രയും പെയിൻ. അതുകൊണ്ടിട്ടാണ് എൻ്റെ സർജറി എക്സ്പീരിയൻസ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ബാക്കിയുള്ള ചിലവർക്ക് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അത്ര പ്രശ്നത്തിലായിരിക്കൂല ആ പല്ല് കിടക്കണത്, മനസ്സിലായോ? അപ്പോഴത്തേനും നിങ്ങൾക്ക് അത്രയും വേദന കാണൂല. ഓക്കെ, വാ ശരിക്ക് തുറക്കാൻ എത്ര ഡേ എടുക്കും? ഇന്നലെ എനിക്ക് എടുത്തേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ വയ്യ, വാ തുറക്കണ്ടേ? ടാബ്ലറ്റ് പോലും ഇടാൻ വാ തുറക്കാൻ വയ്യ. 3 ഡേ ഒക്കെ കഴിയുമ്പോൾ വാ തുറക്കാൻ പറ്റുമോ? 3 ദിവസം കഴിയുമ്പോഴൊന്നും വാ തുറക്കാൻ പറ്റൂല. എനിക്ക് എൻ്റെ ഈ 2 ഒരു എക്സർസൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എക്സർസൈസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കൈയൊന്നും കയറിയൊന്നുമില്ല. എനിക്ക് ഈ 3 വിരൽ കയറിയത് തന്നെ ഞാൻ ചെറുതായിട്ടൊക്കെയാ അത്ര മാത്രമേ ആക്കി കൊണ്ടുപോയുള്ളൂ. നല്ല രീതിക്ക് അകത്ത് കയറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടാ സ്റ്റിച്ച് എടുക്കുന്നതിന് മുമ്പ് 3 വിരൽ അകത്ത് കയറ്റണം എന്ന് പറഞ്ഞിട്ടാ വിട്ടത്. എനിക്ക് പറ്റിയൊന്നുമില്ല. സ്റ്റിച്ച് എടുത്തപ്പോഴത്തേന് ഈസി ആയിട്ട് 3 വിരൽ അകത്ത് കയറിപ്പോയി. സംഭവം ഇങ്ങനെ ടൈറ്റാക്കി കെട്ടി വെച്ചൊക്കെ ഇല്ലേ. എക്സസൈസ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ. കഴിയുമ്പോഴത്തേനും വാ 3 ദിവസം കഴിയുമ്പോഴൊന്നും തുറക്കാൻ പറ്റൂല. എനിക്ക് പറ്റിയില്ല. ചിലപ്പം ഈ സർജറിയുടെ ഒരു ഇമ്പാക്റ്റ് അനുസരിച്ചിരിക്കും. എത്ര ഡേയ്സ് കഴിഞ്ഞ് നീര് പോയത്? അത് സോളിഡ് ഫുഡൊക്കെ എന്ന് തൊട്ട് കഴിച്ചു തുടങ്ങി. എനിക്ക് ഫുഡൊന്നും ഇറക്കാൻ പറ്റുന്നില്ല, തൊണ്ടയിൽ നിന്ന് ഇറങ്ങണില്ല, പെയിനാണ്, മൗത്ത് ഫുൾ. ഞാൻ സോളിഡ് ഫുഡൊക്കെ എപ്പോഴാണ് കഴിച്ചത്? ഞാൻ 4-ാമത്തെ 5-ാമത്തെ ദിവസമാണ് ദോശയും മുട്ടക്കറിയും നന്നായിട്ട് ഇങ്ങനെ മാഷ് ചെയ്ത് ഒരുമാതിരി പേസ്റ്റ് പോലെ ആക്കിയിട്ട് വാക്കകത്ത് വെച്ചിട്ട് വിഴിഞ്ഞി. പിന്നെ മൗത്ത് ഫുള്ള് ഇവിടെ ഇങ്ങനെ പെയിൻ ആയിരിക്കും. എൻ്റെ പൊന്നോ, ഒരു മിനിറ്റ്, ആ വണ്ടി പോട്ട്. എൻ്റെ പൊന്നോ, ജീവിതത്തിൽ ഇനി ഒരിക്കലും പോകേണ്ടി വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം എൻ്റെയും വിസ്ഡം ടീത്ത് ആയിരുന്നു. എൻ്റേത് 1 മണിക്കൂർ പണിയെടുത്തു. സ്ക്രൂ ഡ്രൈവറും ഒക്കെ എടുത്തിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. വല്ലാത്തൊരു അനുഭവമാണ്. നാളെ ഇത് ചെയ്യാൻ പോകുന്ന ഞാൻ. എല്ലാവരും പ്രാർത്ഥിക്കണേ. ഒരു സൂചി കുത്തണ വേദന പോലും സഹിക്കാൻ വയ്യാത്ത ഞാൻ എങ്ങനെ? അയ്യോ, അല്ലടോ ഞാൻ
ഇന്ന് സർജറി കഴിഞ്ഞ് 4th ഡേ ആണ്. താൻ പറഞ്ഞ പോലെ അനസ്തേഷ്യയുടെ എഫക്റ്റ് പോയപ്പോൾ ഞാൻ അനുഭവിച്ച പെയിൻ 2 days എല്ലാ ലോകവും കണ്ടു. ആൻഡ് 3rd ഡേ തൊട്ട് കുറച്ച് കുറവുണ്ട്. ബട്ട് സ്റ്റിൽ പെയിൻ ആണ്. മൂവ്മെൻറ്റിലെ ബോൺ പെയിൻ ഉണ്ട്. ഫേസ് മാസ്ക് വെച്ചിട്ട് പോലും സ്വെല്ലിങ് കാണാൻ പറ്റുന്ന അവസ്ഥ. ഇതൊക്കെ അത്ര വലിയ കാര്യമല്ല എന്ന് പറയുന്നവർക്ക് സ്വന്തമായി വരുമ്പോഴേ മനസ്സിലാവും. വരാതിരിക്കട്ടെ. ആൻഡ് തനിക്കോ എനിക്കോ മാത്രമല്ല, ചെയ്യുന്ന എല്ലാവർക്കും നല്ല പെയിൻ ഉള്ള ഒരു സർജറി തന്നെയാണ് ഇത്. ആൻഡ് ടീത്ത് കിടക്കുന്ന പൊസിഷൻ പോലെ ഇരിക്കും. ബാക്കി പെയിൻ ഓൾസോ ഡിപ്പെൻഡ് ഓൺ സ്ട്രക്ചർ. കേട്ടല്ലോ? ആ ടീത്ത് എങ്ങനെയാണോ നമ്മുടെ മൗത്തിൻ്റെ അകത്ത്, അതായത് നമ്മുടെ ഈ ഗംസിൻ്റെ അകത്ത് കിടക്കുന്നത്, ആ ഒരു ഇതുപോലെ ഇരിക്കും പെയിനും കാര്യങ്ങളൊക്കെ. അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും സർജറിയും കാര്യങ്ങളൊക്കെ. പ്ലീസ് റിപ്ലൈ. എനിക്ക് വിസ്ഡം ടൂത്ത് സർജറി ചെയ്തിട്ട് 3 days ആയി. വേദന സഹിക്കാനേ പറ്റുന്നില്ല. അപ്പർ ടീത്ത് ലോവർ ടീത്ത് കൂടെ കൂട്ടി ഒന്നിച്ച് അടച്ച് പിടിക്കാൻ പറ്റണില്ല. അപ്പോൾ കവിൾ അടക്കം കടിച്ചു പോകുക. ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും ഡേ ആയിട്ടും അറിയിപ്പോൾ മാറിയില്ല. വല്ലാത്തൊരവസ്ഥ. കാണും. കാരണം എന്ന് വെച്ചാൽ രണ്ടും ഇവിടെ ഇങ്ങനെ കൂട്ടിയാണ്. ഇവിടെ മറ്റേ മുകളിലത്തെ ആ ഭാഗവും താഴത്തെ ഭാഗവും എന്തൊക്കെ ജോയിൻ ചെയ്തിട്ട് അവർ മറ്റേ സ്റ്റിച്ചൊക്കെ ചെയ്ത്, രണ്ടും കൂടെ ചേർത്തല്ല, ആ ഒരു അങ്ങ് അറ്റത്ത് വെച്ചിട്ടല്ലേ സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചേക്കണം. അപ്പം തുറക്കാനും അടയ്ക്കാനും ബുദ്ധിമുട്ടൊക്കെ കാണും. പിന്നെ അതുപോലെ തന്നെ നീരും കാണും. 3 ദിവസമല്ലേ, എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേദനയൊന്നും മാറിയില്ല. അപ്പം പയ്യെ മാറിക്കോളും. എത്ര സ്റ്റിച്ച് ഉണ്ടായിരുന്നു? എനിക്ക് 3 എണ്ണം ഉണ്ടായിരുന്നു. ഇന്നലെ വെട്ടി പെയിനൊക്കെ ഉണ്ടായിരുന്നു. അതാ ഈ ആൾക്ക് സ്റ്റിച്ച് എടുത്തപ്പോൾ പെയിൻ ഉണ്ടായിരുന്നു, എനിക്ക് പെയിൻ ഇല്ലായിരുന്നു കേട്ടാ. നൈസായിട്ട് അവനങ്ങ് ഊരി അങ്ങ് എടുത്ത്. ചെറിയൊരു നൂല് കൊടുത്ത സാധനം. എനിക്ക് 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റിച്ച് എടുത്തത്. സെയിം സിറ്റുവേഷനിൽ കൂടെ കഴിഞ്ഞു. സ്റ്റിച്ച് എടുക്കുമ്പോൾ പിന്നെ എനിക്ക് 5th ഡേ തന്നെ തുറക്കാൻ പറ്റി. നല്ല വേദനയൊക്കെ, ഉറങ്ങുമ്പോൾ ഒക്കെ നല്ല വേദനയാണ്. ടാബ്ലറ്റ് ഉള്ള കാരണം കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ സ്റ്റിച്ച് എടുത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേദന ഒന്നുമില്ല. ഫസ്റ്റ് 5 ഡേ നല്ല വേദന ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമുണ്ടായില്ല. അന്നൊന്നും ഫുഡ് കഴിക്കാനേ പറ്റുന്നുണ്ടായില്ല. ജ്യൂസ് പകുതി മാത്രം കുടിക്കാൻ പറ്റി. ഞാനതിന് രാവിലെ എണീറ്റ ജ്യൂസ്, ഉച്ചയ്ക്ക് ജ്യൂസ്, വൈകിട്ട് ജ്യൂസ്, രാത്രി ജ്യൂസ്, ഇടയ്ക്ക് പിന്നെ ഐസ്ക്രീം. കുറേ ഐസ്ക്രീമൊക്കെ കൊണ്ട് വയ്ക്കും കേട്ടാ. ഇതൊന്നും കുടിക്കാൻ പോലും നമുക്ക് തോന്നൂല. അത് വേറെ കാര്യം. സ്റ്റിച്ച് എടുക്കുമ്പോൾ പെയിൻ എങ്ങനെ ഉണ്ടായിരുന്നു? മുറിവ് നല്ലതായിട്ട് ഉണങ്ങിയാലേ സ്റ്റിച്ച് എടുക്കൂ, അങ്ങനെയുണ്ടോ? മുറിവ് നന്നായിട്ട് ഉണങ്ങിയാലേ സ്റ്റിച്ച് എടുക്കും അങ്ങനെയൊന്നുമില്ല. 7 ദിവസം ആകുമ്പോഴത്തേനും അവർ സ്റ്റിച്ച് എടുക്കും. അങ്ങനെയാണ്. എനിക്കങ്ങനെയായിരുന്നു. വിസ്ഡം ടൂത്ത് എന്തിനാ സർജറി ചെയ്യുന്നത്? ഈ വിസ്ഡം ടൂത്ത് ലാസ്റ്റത്തെ പല്ലാണ്. അത് സർജറി ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, അത് അവിടെ ഇരുന്നിട്ട് പുറത്തോട്ട് വരണില്ലല്ലോ, അകത്താണ് കിടക്കണം. പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഡെഫിനറ്റ്ലി ഫൈൻ, ഒരു കുഴപ്പവും കാണൂല. ഈ അകത്തോട്ട് വരാതിരിക്കുന്ന ഈ പല്ല്, ഈ ബാക്കി സൈഡിലുള്ള പല്ലില്ലേ, അതിനെ തള്ളി 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 നമുക്ക് പെയിൻ ഉണ്ടാക്കും. മനസ്സിലായ? അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ സർജറി ചെയ്ത് കളയണമെന്ന് പറയണത്. അല്ലാണ്ട് നമുക്ക് തുറക്കാൻ പറ്റൂല, ഫുഡ് കഴിക്കാൻ പറ്റൂല, അവിടെ ഇരുന്ന് ഇവിടെയൊക്കെ വീർത്ത് നല്ല പെയിനാവും. അതുകൊണ്ടിട്ടാണ് വിസ്ഡം ടൂത്ത് സർജറി ചെയ്ത് കളയണത്. ഞാൻ ചെയ്തു കേട്ടോ, പേടിക്കാനൊന്നുമില്ല. വീട്ടിൽ വന്ന് പഞ്ഞി മാറ്റിയപ്പോൾ കുറച്ച് വേദന തോന്നി, അത്രയേ ഉള്ളൂ. 2 ദിവസം കുറച്ച് നീരുണ്ടാവും. എഗ്ഗ് വരാലൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് മുറവണമെന്ന്. ഓക്കെ. അപ്പം ഇതുപോലെ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് വയ്യ, മടുത്ത് സംസാരിക്കാൻ മടുത്ത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഷെയർ ചെയ്തത്. കംപ്ലീറ്റ്ലി എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് ആ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞത്. അപ്പം എൻ്റെ ടീത്ത് അത്രയും ഇമ്പാക്റ്റഡ് ആയിട്ട് ഇരുന്നുകൊണ്ടാണ് എനിക്ക് അത്രയും പെയിൻഫുള്ളും ആ സർജറി അങ്ങനെയൊക്കെ ആയതും. നല്ല പെയിനും നല്ല രീതിക്ക് എനിക്കെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരുടെ പല്ലും അതുപോലെ ആയിരിക്കൂല ഇമ്പാക്റ്റഡ് ആയിട്ട് കിടക്കണത്. അപ്പം ആ ഒരു ഇമ്പാക്ഷൻ അനുസരിച്ചായിരിക്കും സർജറിയും പെയിനും കാര്യങ്ങളുമൊക്കെ. അപ്പം ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നവർ പേടിക്കൊന്നും വേണ്ട. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം ഇമ്പാക്റ്റഡ് ആയിട്ടാണ് പല്ലിരിക്കണതെന്ന്. വലിയ ചരിവൊന്നും ഇല്ലാതെ കുറച്ച് പുറത്തോട്ടൊക്കെ ഇരിക്കുന്ന പല്ലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സർജറിയൊക്കെ ചെയ്ത് പുറത്തെടുത്ത് കളയാൻ പറ്റും. എന്നിട്ട് പെയിനൊക്കെ പെട്ടെന്ന് കുറയും. പക്ഷെ നല്ല രീതിക്ക് ചരിഞ്ഞ് കമന്ന് കിടക്കുന്നതാണെങ്കിൽ, എന്നെ പോലത്തതാണെങ്കിൽ കുറച്ച് പെയിൻ സഹിക്കേണ്ടി വരും. പക്ഷെ പല്ലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഫൈനാണ്. ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേടിക്കാൻ വേണ്ട. പക്ഷെ ഇപ്പോഴും എനിക്ക് ഈ സൈഡ് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നൂല. കുറേ ദിവസം കഴിക്കാണ്ടിരുന്നോണ്ടാണോ തോന്നുന്നു, ഞാൻ എപ്പോഴും ഈ സൈഡ് വെച്ചാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ഈ സൈഡ് ചെറുതായിട്ട് ഇടയ്ക്ക് എനിക്കൊരു ദിവസം വേദന വന്ന്,
അപ്പം ഇനി ഇത് നല്ല പെയിൻ ഉണ്ടായാലേ ഞാൻ ഇത് എടുക്കുകയുള്ളൂ. അപ്പം ചെയ്യാൻ പോണവരൊക്കെ ധൈര്യമായിട്ട് പോയി ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആവുമല്ലോ, പെയിൻ ഫ്രീ ആവുമല്ലോ. അപ്പം കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ടേ കാണുള്ളൂ. അതുകൊണ്ടിട്ട് ടെൻഷൻ ആവാണ്ട്, എൻ്റെ വീഡിയോ കണ്ട് ടെൻഷനൊന്നും ആവണ്ട. അത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്, എല്ലാവർക്കും അതേപോലെ ആയിരിക്കില്ല. അപ്പം ചെയ്യാനുള്ളവരെല്ലാം ധൈര്യമായിട്ട് പോയി ചെയ്യണം. ചെയ്ത് പെയിൻ ഫ്രീ ആയിട്ട് നടക്കൂ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അയ്യോ, അപ്പം അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.